ബാബാജിയെ ഈ പടവരക്കാരി തൊന്നരത്തടെ എന്തിനാണ് ഇത് നീ കൂണത് കിടന്ന് കൂണത്? അമ്മൂമ്മ എന്തോന്നാടാ ശങ്കര? മാധവൻ ചേട്ടനോ? മാധവൻ ചേട്ടാ സുഖമല്ലേ? ആ സുഖം തന്നെ. ഭവാനി നിനക്ക് സുഖമല്ലേ? ഓ സുഖം. കുട്ടമ്പിളക്ക് എങ്ങനെയുണ്ട്? ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാധവൻ ചേട്ടന്റെ കാര്യം പറയും. ഓ ഒരുപാട് നാളായി കുട്ടമ്പിള്ളയെ കണ്ടിട്ട്, ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രടം വരെ വന്നതല്ലേ, പടവലത്തോട്ട് വന്ന് എല്ലാരും ഒന്ന് കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ. പിന്നെന്ത് അണ്ണോ ഇവിടെ ആര് വരട്ടെ, ഉടനെ ഇവള് എടുത്തു പറഞ്ഞോളും പടവലം വരെ വന്നിട്ട് പോണേന്ന്. ഇന്നാള് രണ്ടുപേരും തുണി കച്ചവടത്തിന് കയറി 2 പയ്യന്മാര്. ഇവള് പറയില്ലേ പടവലോട്ടൊന്നും വരണേ. എത്ര പറഞ്ഞാലും മനസ്സിലായി, ആര് ചെന്നാലും അവർക്ക് പടവലത്തിൽ ചെല്ലണം. അവക്ക് എല്ലാരോടും സ്നേഹം കൊണ്ടിടും, അതുകൊണ്ടാ. ഓ ഇത് സ്വപ്പം അധികമായി പോയണ്ണ. എന്താ ഞാൻ ഒരു കാര്യം പറയട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടി കുഴിപ്പള്ളത്ത് പോവാം. അപ്പൊ ലച്ചുവിനൊന്ന് കാണാം, അവക്ക് ഭയങ്കര സന്തോഷാവും. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ എത്ര പ്രാവശ്യം നിങ്ങളെ വിളിച്ചതാ. അപ്പൊ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയാൽ മതി, നീ ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന്. ഇപ്പൊ എന്റെ വണ്ടിയും വിളിച്ച് വന്നിരിക്കുന്നു. അതെന്താന്നറിയോ അമ്മൂമ്മ, അമ്മൂമ്മ ഇവിടെ വന്നപ്പോ എത്തിക്കും അപ്പൊ പിന്നെ ഭയങ്കര മിസ് ചെയ്ത് കാണോ അമ്മൂമ്മ. അതായിരിക്കും പോന്നല്ലേ അപ്പ? തന്റെ മക്കളെ അവിടെ ആരിയ്ക്കുന്നു? അവിടെ ആരുമില്ല. അപ്പൊ ആലൂന്ന് കൂടെ നാഗർ റോഡിൽ പോയിരിക്കുക, സോമസുന്ദരത്തിന്റെ വീട്ടില്. അവൻ കുറെ നാളായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ ഇളയമാരോടെ ഉണ്ടായിരുന്നല്ലോ സുരേന്ദ്രനെ. ചേട്ടൻ ഇന്നലെ അങ്ങോട്ട് വന്നല്ലോ. അതെങ്ങനെ അവനെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ. ആര്? അവന്റെ ഭാര്യ അല്ലതാര്? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അത് നിന്നോടായ പറഞ്ഞത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നല്ലേ. അവരുടെ തലയണ മന്ത്രം കേട്ടിട്ട് അവൻ ഓരോന്നൊന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. പിന്നെ അവക്ക് പറയാനുള്ളത് പറയണ്ടേ? നമ്മളും ചെയ്യേണ്ട കാര്യങ്ങളെ സമയത്ത് ചെയ്യുന്നില്ല എന്നൊരു അഭിപ്രായം പൊതുവേ ഉണ്ട്. ആര് പറഞ്ഞു? നീ അത് പറയരുത്. എല്ലാവരെയും വിളിച്ചിരുത്തി ഞാൻ പറഞ്ഞില്ലേ വീതം തന്നേക്കാം. അപ്പൊ ആർക്കും വേണ്ട, എനിക്കിപ്പോ വേണ്ട, പിന്നെ മതി, തരണ്ട, എന്നിട്ട് ഓരോന്ന് പറയുന്നോ? മാറി നിന്ന് ഓരോന്ന് പറയും ഇത് പറഞ്ഞിട്ട്. ഇത് തന്നെയാ പടവലത്തെ അവസ്ഥ. പടവലത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ടല്ലേ ഈ വസ്തുക്കളെല്ലാം കിടന്നാലും ബെന്നിയാണെന്ന് വിചാരിച്ച് ഞാൻ വിറ്റ് തുളച്ചത്. അയ്യോ വിറ്റ് തുളച്ചതല്ല പപ്പ, കുടിച്ച് തുളച്ചതെന്ന് പറ. അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ഇങ്ങനെ കിടന്നിട്ട് കാര്യമൊന്നും ഇല്ല. തലമുറ ആയിട്ട് നോയിക്കൊണ്ടിട്ട് എന്ത് കാര്യം? അതങ്ങ് വിറ്റ് കുടിക്കണം അല്ലേ അണ്ണാ? അല്ലേ, ഞാൻ വെറുതെ പറഞ്ഞത്. അല്ല കനകം എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അത് തന്നെ, എന്റെ മോടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്. അല്ലെങ്കിൽ വാത് പോരാതെ കലവില എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നവളാണല്ലോ. അണ്ണ വന്ന പാടെ ഇവിടെ പിടിച്ചു വരച്ചു. നിങ്ങൾ എന്തിനാ അവളെ വഴക്ക് പറഞ്ഞത്? അതൊരു പാവം കൊച്ചാത്. അയ്യോ പിന്നെ നീ പറഞ്ഞിട്ട് വേണം എനിക്കത് മനസ്സിലാകാനായിട്ട്. അല്ല പാവം കൊച്ചാണ്. ശങ്കര, നിനക്ക് പറയാൻ വയ്യായിരുന്നു അന്നേരം? ഞാൻ എന്തിനു പറയാം അണ്ണൻ്റെ അടുത്ത്? ഞാൻ എന്തിനാണ് പറഞ്ഞത്? അണ്ണനെ മറുത്ത് ഞാൻ ഒന്നും പറയില്ല എന്നുള്ളത് നിനക്കറിയാലി. ഒന്നും പറയാത്ത ഒരു സത്യസന്ധൻ. നീ പോടി, നീ പറഞ്ഞു ഞാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അച്ഛനും കൂടെ കൊടുക്കാൻ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.